ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് ഓട്സ് ഓംപ്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി ഇതേമാതിരി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ട വേണം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം, പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂട്ടാം, പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് വേണം, ക്യാരറ്റ് കൂട്ടാം, ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് കൂട്ടാം, ഏത് വേണമെങ്കിലും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പാലിന് പകരം വെള്ളം മാത്രം എടുത്താലും മതി, പക്ഷേ പാൽ കൂട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഈ ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓട്സ് നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പാലൊഴിച്ചിട്ട് ദോശമാവിൻ്റെ പാകത്തിൽ ഈ ബാറ്റർ റെഡിയാക്കാം. ഇപ്പോൾ ഓട്സ് പാലൊഴിച്ചിട്ട് കണ്ടില്ലേ, ദോശമാവിൻ്റെ പാകത്തിൽ റെഡിയായി കണ്ടില്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കുക. സവോള അരിഞ്ഞിട്ട് കൊടുക്കുക. കരിയേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ മുട്ട ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ മിശ്രിതം റെഡിയായി. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് വാങ്ങാം. ഒരെണ്ണം കൂടി നമുക്കിത് മാതിരി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വാങ്ങാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ ഓട്സ് ഓംലെറ്റ് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.